കാവിക്കണി ഉത്സവത്തിന് കൺമണി വന്നിരിക്കെ കഞ്ചമടിക്കിളം ചാത്തി കൊക്കിളവ കണ്ണിളക്കി കാവിക്കണി തുറമുള്ള കമ്മറിഞ്ഞ കളിയപ്പൂവിലെ नरिश करें ताकि वो रहे सॉफ्ट और पेट उड़ाए।
Welcome everyone to this brand new morning of 2022. The most anxiously awaited occasion is finally here. In this precious day, we are witnessing a proud moment in the history of KKTM GGHSS Kodungalur. Welcome to Merit Day 2021, a day to celebrate the efforts and achievements of our children who presented a wonderful performance in the SSLC Plus 2 examinations of 2021. Our students, despite being in the middle of COVID pandemic situations, achieved 100% percentage in the SSLC, 140 full A+, 38 A+ in Plus 2 exams with an impressive performance. വർണ്ണാഭമായ ഈ ചടങ്ങിൽ പ്രാർത്ഥനാഗാനം ആലപിക്കുന്നതിനായി കുമാരി മീനാക്ഷി കൃഷ്ണയെ വിശിഷ്ടാതിഥികളായിട്ടുള്ള നമ്മുടെ നഗരസഭ വൈസ് ചെയർമാൻ ശ്രീ KR ജയചന്ദ്രൻ സർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഷീല പണിക്കശ്ശേരി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സ്കൂളിലെ യശസ് ഉയർത്തിയ മാനവളം ഉയർത്തി 100% റിസൾട്ടും വാങ്ങി 150 ഫുൾ എ പ്ലസും വാങ്ങി ഹയർ സെക്കൻഡറിയിലെ 38 ഫുൾ എ പ്ലസും വാങ്ങി നമ്മുടെ പ്രശസ്തി മാനവളം ഉയർത്തിയ എൻ്റെ പ്രിയപ്പെട്ട നിലവാരം ഇല്ലാത്ത കുട്ടികളാണ് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നത്. ഒരുപാട് പരിമിതികളുടെ നടുവിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മുടെ വിദ്യാലയം കഴിഞ്ഞ വർഷങ്ങളൊക്കെ ആയിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമുക്ക് ഭൗതിക സാഹചര്യങ്ങളുടെ കുറവുകളുണ്ട്, ചോർന്നിരിക്കുന്ന കെട്ടിടങ്ങളുണ്ട്, കൃത്യമായിട്ടൊരു ഹാള് അതുപോലെ പരിപാടി നടത്താനുള്ള ഒരു സ്ഥലമില്ല. സ്കൂൾ ബസ്സിന്റെ 2 ബസ്സുകൾ നമുക്കുണ്ടെങ്കിലും ഒന്ന് 2009 കിട്ടിയത് കൊണ്ട് അതിന്റെ കുറച്ച് ശോചനീയാവസ്ഥയിലാണ്. അപ്പൊ അങ്ങനെ പുതിയ ബസ്സുകൾ, ഒരു പുതിയ സ്കൂൾ ബസ് നമുക്ക് അത്യാവശ്യമുണ്ട്. പിന്നെ നമ്മൾ കൈലാസം എന്ന് വിളിക്കുന്ന നമ്മുടെ ലാബ് ബ്ലോക്കിന്റെ മുകൾ ഭാഗം ഇപ്പോഴും അത് പരുക്കനിട്ടത് കൊണ്ട് നമുക്ക് അവിടെ പരിപാടി നടത്താമായിരുന്നു. പക്ഷെ അവിടെ പരുക്കനിട്ട് കുറച്ച് നാൾ അങ്ങനെ കിടന്നുകൊണ്ട് ഇപ്പോൾ അത് ആകെ പൊടി, എത്ര അടിച്ചാലും പൊടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മെറിറ്റയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും പുരസ്കാര സമർപ്പണം നിർവഹിക്കുകയും ചെയ്യുന്ന ചാലക്കുടി MP ശ്രീ ബെന്നി ബെഹനാൻ നമുക്കേവർക്കും സുപരിചിതനാണ്. നമ്മുടെ സ്കൂളിൽ അദ്ദേഹത്തെ കൊണ്ടുവരണമെന്ന് നമുക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ സ്കൂളിൽ നടത്താൻ പറ്റിയ സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ്. എങ്കിലും അദ്ദേഹത്തിന് സമയമുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും സ്കൂളിലേക്ക് വരികയും നിങ്ങളുടെ അവസ്ഥകളൊക്കെ ഒന്ന് കാണുകയും ചെയ്യണമെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. വളരെ കരുത്തനായ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ
അദ്ദേഹത്തിന്റെ ഈ സാന്നിധ്യം നമ്മൾ വളരെയധികം വിലമതിക്കുന്നു. ശ്രീ ബെന്നി ബഹനാൻ സാറിന് സ്കൂളിന്റെ പേരിലും എന്റെ പേരിലും വളരെ സൗഹാർദ്ദമായി സ്വാഗതം ആശംസിക്കുന്നു. ആശംസകൾ അർപ്പിക്കുന്ന ഈ വിശിഷ്ടാതിഥികളായി എത്തിയിട്ടുള്ള നമ്മുടെ വൈസ് ചെയർമാൻ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ശ്രീ KR ജയചന്ദ്രൻ സാർ, അദ്ദേഹവും നമ്മുടെ ഒരു അഭ്യുദയകാംക്ഷിയാണ്. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ പെട്ടെന്ന് വിളിച്ചാൽ എടുക്കുകയും അതേപോലെ തന്നെ അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്യുന്ന ജയചന്ദ്രൻ സാറിനെയും ഞാൻ ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. നിലവിൽ കൊടുങ്ങല്ലൂരിലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടുള്ള ശ്രീമതി ഷീല പണിക്കശ്ശേരി, അവർ നമ്മുടെ വിദ്യാഭ്യാസ കാര്യങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി എപ്പോഴും സദാ ജാഗരൂകരായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ശ്രീമതി ഷീലയെയും ഞാൻ ഈ അവസരത്തിൽ വളരെ സൗഹാർദ്ദമായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടുള്ള ശ്രീമതി ലതാ ഉണ്ണികൃഷ്ണനെയും ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഈ കോവിഡ് മഹാമാരിക്കിടയിൽ ജനങ്ങളുടെ ആരോഗ്യകാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തുന്ന ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് നമുക്കുള്ളത് ശ്രീമതി LC പോൾ. ശ്രീമതി LCയെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. കൊടുങ്ങല്ലൂരിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ KS കൈസർ, നമ്മുടെ വളരെ കാലമായി നഗരസഭയിൽ സാരഥികളായിട്ട് വർത്തിക്കുകയാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ അവസരത്തിൽ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൊടുങ്ങല്ലൂരിലെ BRCയിലെ DPC ആയിട്ടുള്ള ശ്രീമതി ശുക്ല ടീച്ചർ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീമതി ശുക്ലയെയും സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ വിദ്യാലയത്തിന്റെ ഈ നടത്തുന്നതിനായിട്ട് ഏറ്റവും കൂടുതൽ ബെന്നി ബഹനാൻ MP തന്നെ കൊണ്ടുവരണമെന്ന് നിർബന്ധം പിടിച്ച് വാശി പിടിച്ച് നമ്മുടെ PTA പ്രസിഡന്റ് ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും മെറിറ്റിന്റെ കാര്യത്തിലും അതുപോലെ സമ്മാനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന കാര്യത്തിലും എല്ലാത്തിലും കുട്ടികളെ പങ്കെടുപ്പിക്കണമെന്ന് നിർബന്ധമുള്ള ഒരു PTA സാരഥിയാണ് അദ്ദേഹം നമ്മുടെ സ്കൂളിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കും. അദ്ദേഹത്തിനെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതമാക്കി. നമ്മുടെ SLCയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ NR സുനീധർ സർ, അദ്ദേഹമാണ് നമ്മുടെ CPTA ക്ലാസ് മെറ്റീരിയലുകളുടെ ഒരു ശാക്തീകരണത്തിന് വേണ്ടി കഴിഞ്ഞ വർഷങ്ങളിൽ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ CPTAയുടെ പ്രവർത്തനം മൂലം തന്നെ വളരെ കൃത്യമായിട്ട് ഓരോ ക്ലാസ്സിലെയും കുട്ടികളുടെ നിലവാരം രക്ഷാകർത്താക്കള് ഇടപെടുകയും അവരുടെ സഹായത്തോടൊപ്പം തന്നെയാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. കാരണം നമുക്കറിയാം, വീടുകളിൽ കോവിഡ് കാരണം വീടുകളിൽ ഇരുന്ന കുട്ടികൾ അവരുടെ അച്ഛനമ്മമാരോടൊപ്പമാണ് ഇരുന്നത്. സർക്കാരിന്റെ വളരെ ശക്തമായ ഇടപെടലുകൾ മൂലം കൈറ്റിന്റെ വിക്ടേഴ്സ് ചാനൽ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ നമ്മുടെ സ്കൂളിലെ അധ്യാപകരുടെ ക്ലാസ്സുകളും ഓൺലൈനായിട്ട് കുട്ടികൾക്ക് കൊടുത്തിരുന്നു. അത് രക്ഷാകർത്താക്കളും കുട്ടികളും ഒന്നിച്ചിരുന്ന് കാണുകയും ഒന്നിച്ചുള്ള ചർച്ചകളും കുട്ടികളുടെ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിർവഹിച്ചു പോന്നിരുന്നു. അങ്ങനെ CPTAയുടെ ഒരു ശാക്തീകരണത്തിന് വേണ്ടിയിട്ടും അതുപോലെ വേണ്ടത്ര ഇടപെടലുകളും നിർദ്ദേശങ്ങളും ഒക്കെ നമുക്ക് തരുന്ന ശ്രീ സുനിധർ സാറിന് സ്നേഹപൂർവ്വം സ്വാഗതം. MPTAയുടെ മാതൃസംഘം പ്രസിഡന്റായുള്ള ശ്രീമതി ബീന റഫീഖും പെൺകുട്ടികളുടെ കാര്യങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുകയും വേണ്ട നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും ഒക്കെ നിർദ്ദേശിക്കുന്ന വ്യക്തിയാണ്. ശ്രീമതി ബീനയ്ക്കും ആദരപൂർവ്വം സ്വാഗതം. നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി ആയിട്ടുള്ള ഹയർ സെക്കൻഡറിയിലെ ജോഷി ടീച്ചർ, ജോഗ്രഫി ടീച്ചറാണ്. കൃത്യമായിട്ടും ഒരു അമ്മയുടെ സ്നേഹം കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്ന ജോഷി ടീച്ചറെയും ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ആശംസിക്കുന്നു. സ്റ്റാഫ് സെക്രട്ടറി സ്കൂളിലെ ആയിട്ടുള്ള ഷൈൻ മാഷ് കുട്ടികളുടെ സ്കൂളിന്റെയും പൊതുകാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ട് എല്ലാ അധ്യാപകരുടെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ബസ്സിന്റെയും ഒക്കെ ചാർജൊക്കെയുള്ള ഷൈൻ മാഷയും. ഈ ചടങ്ങിലെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന നമ്മളെല്ലാം പ്രിയങ്കരനായിട്ടുള്ള ബഹുമാനായിട്ടുള്ള ബെന്നി ബഹനാൻ MP, നഗരസഭയുടെ വൈസ് ചെയർമാൻ KR ജയചന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ ഷീല പണിക്കശ്ശേരി, ലതാ ഉണ്ണികൃഷ്ണൻ, LC പോൾ, അതിൻ്റെ തീവ്ര പ്രവർത്തനത്തിലാണ് ഇവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും. ഞാൻ തീർക്കുന്നില്ല. എപ്പോഴും ഒരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾക്ക് 2009 റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്ന KP രാജേന്ദ്രൻ അദ്ദേഹം ബസ് തന്നു.
അതിനുശേഷം ടി പ്രതാപൻ MLA ഒരു ബസ് വന്നു. അപ്പോൾ കുട്ടികൾ കൂടുതലാണ് ബസ് കയറാൻ. അപ്പോൾ ബഹുമാനപ്പെട്ട MP ഫണ്ട് ലഭ്യമാവുമെന്ന് പറഞ്ഞ് ഒരു ബസ് ഞങ്ങൾക്ക് അനുവദിച്ച് തരണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കണം. പിന്നെ 125 വർഷം പഴക്കമുള്ള ഒരു സ്കൂളാണ്. 2000-ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂള്. ഏറ്റവും ചുരുങ്ങിയ സ്ഥലമുള്ളൂ. അപ്പോൾ ഞങ്ങൾ പഴയ ബിൽഡിങ്ങിന് മോശമായിക്കൊണ്ടിരിക്കുക. അത് മുസ്ലിംസ് പൈതൃക പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തി അത് നേടണമെന്നൊരു ആവശ്യം വയ്ക്കുന്നു. ഞാൻ തീർക്കുന്നില്ല. എല്ലാവർക്കും ആശംസ അർപ്പിക്കുന്നത് വലിയ ശ്രമിക്കുന്നു. Who knows our school amazingly well. We are lucky to have your support all through the journey of our school. Let me invite Kodungalur Municipal Chairperson Srimati Kinica MU for the presidential address. Kodungalur BPC Srila Teacher, SLC Chairman Sri M.R. Sunil Datta, MPTA President Srimati Tina Reddy, Staff Secretary Srimati Joshi, പ്രധാന അധ്യാപിക ശ്രീമതി ലത ടീച്ചർ ഉൾപ്പെടെ വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, കാര്യത്തിലും വിദ്യാഭ്യാസം ഉൾപ്പെടെ കലാരംഗത്തും എന്നും നിരവധി സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ ചരിത്രമാണ് KKTM ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിനുള്ളത്. ഇന്നും അത് നിലനിർത്തി പോരുകയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ഓരോരുത്തരും. അതിയായ സന്തോഷമുണ്ട്. ഈ വൈകിയ വേളയിൽ അധികം സംസാരിക്കുന്നില്ല. കുട്ടികൾ ഒരുപാട് നേരം അക്ഷമരായിട്ട് കാത്തിരിക്കുന്നു. എന്നിരുന്നാലും ഈ പുതുവർഷത്തിൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനൊരു നല്ല പ്രോത്സാഹനമായിട്ട് സ്കൂള് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഭാവിയിലും വിജയത്തിന്റെ പടവ് ചവിട്ടിക്കയറാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും ഉന്നത വിജയം കൈവരിച്ച എല്ലാ 10ാം ക്ലാസ് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ വേണ്ടി വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും നഗരസഭയുടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനപ്പെട്ട MPയെ ക്ഷണിക്കുന്നു. Thank you, ma'am. പൂമരച്ചായി വർഷിക്കപ്പെടുന്ന പൂവിലങ്ങളെ പോലെ മലയാള ഭാഷയുടെ മധുര ശീതളിമ പകർന്നുകൊണ്ട് സംസാരിക്കുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായ കാലം മുതൽ തന്നെ പൊതുജനസേവനം തപസ്യയാക്കി മാറ്റിയ ആദരണീയനായ ചാലക്കുടി MP ശ്രീ ബെന്നി ബെഹനാൻ അവர்களാണ് കൊടുങ്ങല്ലൂരാമയുടെ തട്ടകത്തിൽ ഈ പെൺപള്ളിക്കൂടത്തിന്റെ അഭിമാന നിമിഷങ്ങളെ സാർത്ഥകമാക്കുന്ന ഈ ശുഭമുഹൂർത്തങ്ങളെ ഉദ്ഘാടനം ചെയ്യുന്നത്. ഏറെ പ്രിയനായ ബഹുമാനായ ശ്രീ ബെന്നി ബെഹനാൻ അവരുടെ ഉദ്ഘാടനത്തിനായി ആദരവോട് ക്ഷണിക്കുന്നു. സെക്രട്ടറി
ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്കൂളിൽ വരുന്നത്. താമസിച്ചു പോയി എന്ന കുറ്റബോധമാണ് ഇവിടെ നിൽക്കുമ്പോൾ ഈ അനുഭവപ്പെടുന്നത്. ഈ സ്കൂള് 125 വർഷക്കാലത്തെ പഴക്കമുണ്ടെന്നതാണ്. അപ്പൊ കഴിഞ്ഞ 1.25 നൂറ്റാണ്ടുകാലമായി കേരളത്തിന്റെ ചരിത്രത്തിൽ, സംസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ പൈതൃകം അവകാശപ്പെടാൻ കഴിയുന്ന വിദ്യാഭ്യാസ സ്ഥാപനം. എല്ലാ മേഖലയിലും ഈ സ്ഥാപനം ഒന്നാമത് നിൽക്കുമ്പോഴാണ്. താമസിച്ചു പോയെങ്കിലും 140ഓളം വരുന്ന A+ കുട്ടികളും SSLC പരീക്ഷയിൽ 140 ഫുൾ A+ഉം +2-ന് 32 കുട്ടികൾക്ക് കൂടി വന്നാൽ ഒരു BA പാസ്സാകാം, അല്ലെങ്കിൽ B.Ed പാസ്സാകാം, അല്ലെങ്കിൽ MA പാസ്സാകാം. അതിൽ കൂടുതൽ ഒരു വിദ്യാഭ്യാസവുമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നത് 125 വർഷം മുമ്പ് ഈ കലാലയം ആരംഭിച്ചപ്പോൾ കൊടുങ്ങല്ലൂരിൽ അന്ന് നോക്കിയാൽ ഡോക്ടർമാരുണ്ടാകില്ല, എഞ്ചിനീയർമാരുണ്ടാകില്ല. പക്ഷെ ഇന്നത്തെ സാഹചര്യം അതല്ല. ഇന്ന് ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, സാങ്കേതിക വിദഗ്ധന്മാരുണ്ട്. നമുക്കറിയാം, ഞങ്ങളൊക്കെ ഇത്തരം ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ ഇന്ന് ചെന്നാൽ ഈ സ്കൂളിന് ഒരു സ്കൂൾ ബസ് നൽകുന്നതിന് വേണ്ടി പ്രിൻസിപ്പാലിറ്റിയുടെ കീഴിലുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ചെയർപേഴ്സണോടും വൈസ് ചെയർമാനോടും ഞാൻ പറഞ്ഞു, PTA പ്രസിഡന്റിനോട് പറഞ്ഞു, ഇന്ന് തന്നെ അതിന്റെ ആപ്ലിക്കേഷൻ ഞാൻ കൊടുക്കും. അതിന്റെ ഒരു ബസ് വാങ്ങുമ്പോൾ അതിന്റെ ഒരു എസ്റ്റിമേറ്റ് വേണം. ആ എസ്റ്റിമേറ്റ് ലഭിച്ച് ഈ വർഷത്തെ MB ഫണ്ടിൽ നിന്ന് തന്നെ ആ സ്കൂൾ ബസ് വാങ്ങി നിങ്ങൾക്ക് നൽകാനുള്ള സാഹചര്യങ്ങൾ കാര്യങ്ങൾ. മറ്റൊരു കാര്യം, മറ്റുള്ള കാര്യങ്ങൾ അതിന് ഞാൻ ചാടിക്കേറി മറുപടി പറയുന്നില്ല. എനിക്ക് കുറച്ചുകൂടി പഠിക്കണം, മനസ്സിലാക്കണം. കാരണം എത്ര രൂപ വേണ്ടിവരും, എന്തെല്ലാം ചെലവ് വേണ്ടിവരും എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാം. MB ഫണ്ടിനും ചില പരിമിതികൾ ഉണ്ടായി. സാഹചര്യം ഉണ്ടായിരുന്നു. 125 വർഷം മുമ്പ് ഈ കലാലയം ആരംഭിച്ചപ്പോൾ പക്ഷെ ഇന്നത്തെ സാഹചര്യമല്ല. ഇന്ന് ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, സാങ്കേതിക വിദഗ്ധന്മാരുണ്ട്. എല്ലാ നമ്മുടെ സഹോദരിമാർക്ക് ഞാൻ എല്ലാവരും ആശംസകൾ തരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മക്കളും അതുപോലെ അമ്മയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്റെ ശക്തമായ പ്രവർത്തന രീതി മുന്നോട്ട് പോകുന്ന ഈ കലാലയത്തിന് എല്ലാ ആശംസകളും നൽകുന്നുണ്ട്. അധ്യാപകർക്ക്, രക്ഷകർത്താക്കൾക്ക്, കുട്ടികൾക്ക് എന്റെ നവവർഷ ആശംസകൾ നൽകുകൊണ്ട് ഈ മെറിറ്റ് ഡേ ഞാൻ ഉദ്ഘാടനത്തെ അറിയിച്ചുകൊണ്ട് എന്റെ വാർത്ത അവസാനിപ്പിക്കുന്നു.